ഡോക്ടർ അരുൺ, അങ്ങനെ ഒരു അഭിപ്രായം അരുണുണ്ടോ? ഇപ്പോൾ ഈ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി അവിടെ കെ സുരേന്ദ്രൻ എത്തുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിക്കും എന്ന ഒരു തോന്നലുണ്ടോ? അതെ, ഞാൻ ഇന്നൊരു BJP സംസ്ഥാന നേതാവിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വാരണാസിയിൽ മത്സരിക്കാൻ പോകുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അജയ് റോയിയാണ്. അപ്പോൾ കഴിഞ്ഞ തവണയും വിജയം നരേന്ദ്രമോദിയുടെ പാർട്ടിക്കായിരുന്നെങ്കിലും നരേന്ദ്രമോദിക്ക് അത് കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷം എന്ന് പറയുന്നത് 4,79,000 ആയിരുന്നു വാരണാസിയിൽ. ഇത്തവണ ആ ഭൂരിപക്ഷം 10 ലക്ഷത്തിനടുത്തേക്ക് ഉയർത്തുക, ചുരുങ്ങിയത് അത് ഇരട്ടിയാക്കുക എന്നതാണ് BJP വാരണാസിയിൽ ചെയ്യാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ 8 ലക്ഷം ഭൂരിപക്ഷത്തിലേക്ക് നരേന്ദ്രമോദിയിലെ ഭൂരിപക്ഷം വാരണാസിയിൽ ഉയർത്തുകയും എന്നാൽ നരേന്ദ്രമോദിയുടെ എതിരാളിയായി ചൂണ്ടിക്കാണിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ 4.5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം 2 ലക്ഷമാക്കി കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് BJPയുടെ തന്ത്രം എന്നതാണ് ആ നേതാവ് എന്നോട് പറഞ്ഞത്. ഞാൻ അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം വയനാട് കോൺസ്റ്റിറ്റ്യുവൻസി നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ ഒരു വലിയ വേവിൽ വോട്ട് കൊടുത്തൊരു മണ്ഡലമാണ്. അവിടെ പരമാവധി അവർക്ക് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് 80,000 വോട്ടാണ് BJPക്ക്. അതും 2014 BJP സ്ഥാനാർത്ഥി നിർത്തുമ്പോഴാണ് 80,000 വോട്ട് കിട്ടിയത്. അത് കഴിഞ്ഞ് തുഷാർ വെള്ളാപ്പള്ളി വരുമ്പോൾ 2,000 വോട്ട് അവിടെ കുറയുകയാണ് ചെയ്യുന്നത് BDJSന്. അപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വയനാട്ടിലേക്ക് വന്നാൽ ഒരു പക്ഷേ പത്തനംതിട്ടയിൽ നമ്മൾ കണ്ടതുപോലെ വോട്ടുകൾ ചുരുങ്ങിയ പക്ഷം ഇരട്ടിപ്പിക്കാൻ സാധിക്കും എന്നതൊരു കണക്കാണ്. കാരണം പത്തനംതിട്ടയിൽ സുരേന്ദ്രൻ ഇത് സാധിച്ചിരുന്നു. അവിടെ MT രമേശ് മത്സരിക്കുമ്പോൾ ലഭിച്ച 1.5 ലക്ഷത്തിൻ്റെ വോട്ട് 2,97,000 എന്ന ഒരു മാർജിനിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരുന്നു പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രന്. അതുകൊണ്ട് 80,000 എന്ന് പറയുന്ന വയനാട്ടിലെ BJP വോട്ട് ബേസിൽ അത് നമ്മൾ 1 ലക്ഷത്തിലേക്ക് റൗണ്ട് ചെയ്താൽ ഒരു 2 ലക്ഷം വോട്ടെങ്കിലും അവിടെ പിടിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ അസാധ്യമാണ് എന്നുള്ളതാണ് നമ്മൾ ഗ്രൗണ്ടിൽ നിന്നുള്ള കണക്കുകൾ പറയുന്നത്. കാരണം അവിടെയുള്ള ടെറൈൻ എന്ന് പറയുന്നത് ലീഗിന് വളരെ പ്രാധാന്യമുള്ള കോൺഗ്രസ് വോട്ടുകൾ ഏകീകരിക്കുന്ന, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി ദേശീയ തലത്തിലെ വിഷയങ്ങൾ തന്നെ ചർച്ചയാവുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും ശബരിമല പോലെ ഒരു വിഷയമില്ലാത്ത പശ്ചാത്തലത്തിൽ 1 ലക്ഷം വോട്ടുകൾ കൂടി പിടിക്കുക എന്നൊരു ഭാരിച്ച ഉത്തരവാദിത്വമാണ് കെ സുരേന്ദ്രനെ തേടിയെത്തിയിരിക്കുന്നത്. അപ്പോൾ വയനാട് മണ്ഡലത്തിൽ ഒരു 1.5 ലക്ഷം വോട്ട് കെ സുരേന്ദ്രൻ പിടിക്കുകയും ആനി രാജ കഴിഞ്ഞ തവണ സുനീർ പിടിച്ചതിനേക്കാൾ ഒരു 60,000 വോട്ട് പിടിക്കുകയും ചെയ്താൽ 4.5 ലക്ഷം ഭൂരിപക്ഷം എന്ന രാഹുൽ ഗാന്ധിയുടെ കണക്ക് ഒരുപക്ഷെ 2.5 ലക്ഷമോ 2.25 ലക്ഷമോ ആക്കി മാറ്റാൻ സാധിക്കും. അതേസമയം വാരണാസിയിൽ അവിടുത്തെ PCC അധ്യക്ഷനെതിരെ അജയ് റോയിക്കെതിരെ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. കഴിഞ്ഞ തവണ അവിടെ SP ആയിരുന്നു 2ാം സ്ഥാനത്തുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ 8 ലക്ഷം ഭൂരിപക്ഷമായി നരേന്ദ്രമോദി ഉയരുകയും ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 2 ലക്ഷത്തിലേക്ക് താഴ്ത്തുകയും ചെയ്യുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം. ഞാൻ ഒരു സ്ഥാനാർത്ഥിയെ കൂടി പരിചയപ്പെടുത്താം. കാരണം ആലത്തൂരിലെ TN സരസുവാണ്. TN സരസു ഞാൻ വിക്ടോറിയ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ പ്രിൻസിപ്പളായിട്ടിരുന്ന TN സരസുവാണ്. നിങ്ങളൊക്കെ ഓർമ്മിക്കുന്നുണ്ടാവും, അന്ന് ഒരു കുഴിമാടം വിവാദം ഉണ്ടായത് ഓർമ്മിക്കുന്നുണ്ടാവും. അതിലെ പ്രിൻസിപ്പളാണ് ഈ TN സരസു ആലത്തൂരിൽ മത്സരിക്കാൻ വരുന്നത്. സ്വാഭാവികമായും അത് മറ്റൊരു മെസ്സേജാണ് അവിടെ കൊടുക്കാൻ പോകുന്നതും. കൃഷ്ണകുമാറിനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ വരുമ്പോൾ കൊല്ലത്ത് പ്രേമചന്ദ്രൻ എന്നതിനേക്കാൾ അപ്പുറം ഏറ്റവും കൂടുതൽ തവണ MP ആയിരുന്നവരിൽ ഏറ്റവും പ്രമുഖനായ കോൺഗ്രസ് നേതാവായിരുന്നു G കൃഷ്ണകുമാർ എന്ന് മനസ്സിലാക്കുന്നു. G കൃഷ്ണകുമാറാണല്ലേ? G കൃഷ്ണകുമാറാണ്. പിന്നെ സീരിയൽ നടൻ കൃഷ്ണകുമാറല്ലേ? സിനിമാ നടൻ കൃഷ്ണകുമാറാണ് മത്സരിക്കാൻ വരുന്നത്. അപ്പൊ പഴയ കൃഷ്ണകുമാറാണ്, കോൺഗ്രസ് കൃഷ്ണകുമാറാണ് പഴയ കാലത്ത് ഇവിടെ മത്സരിച്ച് വിജയിച്ചത്. അത് S കൃഷ്ണകുമാറാണ്. ഇത് G കൃഷ്ണകുമാറാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ ഒരു സിനിമാ നടനെ കൂടി ഫീൽഡ് ചെയ്യുന്നു. അപ്പോൾ സുരേഷ് ഗോപി, G കൃഷ്ണകുമാർ എന്നിങ്ങനെ 2 സെലിബ്രിറ്റികളെ കൂടി രംഗത്തിറക്കുന്നു. കാര്യമായ ചലനം അവിടെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് BJP പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഒരു ടൈറ്റ് ഫൈറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ ഒരു ചർച്ച ഇതോടുകൂടി അവസാനിക്കും. എന്തുകൊണ്ടാണ് BJP സ്ഥാനാർത്ഥികളെ നിർത്താത്തത്? അത് ഏതെങ്കിലും തരത്തിലുള്ള അന്തർധാര സജീവമാക്കാനാണോ തുടങ്ങിയ കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഇവിടെ അവസാനിക്കുന്നു. കടുത്ത മത്സരത്തിലാണ് BJP ഒരുങ്ങുന്നതെന്ന പ്രതീതി ജനിപ്പിക്കാൻ ഈ 4 സ്ഥാനാർത്ഥികളെയും നിർത്തുന്നതിലൂടെ സാധിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.